നമസ്തേ. ജ്യോതിഷ മാഗദീപത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനി എന്ന ഗ്രഹത്തിനെ കുറിച്ച് പല വീഡിയോകൾ ഈ ചാനലിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോയിൽ ശനി നമ്മുടെ തൊഴിൽ അഥവാ കർമ്മരംഗത്ത് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ശ്രീ തോട്ടുവ പ്രസന്നൻ നായർ അവർ വിശദീകരിക്കുന്നു. ശനി എന്ന ഗ്രഹത്തിന് നമ്മുടെ തൊഴിൽ രംഗത്ത് അഥവാ കർമ്മമേഖലയിൽ കാര്യമായ പ്രാധാന്യം ജ്യോതിഷത്തിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ശനിയെ ഒരു ദാസൻ എന്നുള്ള രീതിയിലാണ് ജ്യോതിഷത്തിൽ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിട്ടുള്ളത്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രത്യേക പദവികൾ കൊടുത്തിട്ടുണ്ട്. സൂര്യന് രാജാവ്, ചന്ദ്രന് രാജ്ഞി, ചൊവ്വയ്ക്ക് സേനാനായകൻ, ബുധൻ യുവരാജാവ്, ശുക്രൻ മന്ത്രി, ഗുരുവാണെങ്കിൽ വ്യാഴമാണെങ്കിൽ ദേവഗുരു, ശനിയാണെങ്കിൽ ഭൃത്യൻ അഥവാ ദാസൻ. ഇങ്ങനെയാണ് പ്രതീകാത്മകമായ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങളെയൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ജോലി എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ അതിന് മറ്റൊരു ഗ്രഹത്തിനും ഇല്ലാത്ത പ്രാധാന്യം ശനിക്ക് കൈവരുന്നുമുണ്ട്. അത് യുക്തിസഹവുമാണ്. ഇനിയും ഈ നമ്മുടെ എല്ലാ ജാതകത്തിൽ തന്നെ ഓരോ രാശികളെ നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങളെപ്പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘടകങ്ങളെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളുമുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കാരകഗ്രഹം എന്ന് പറയുന്നത്. ഓരോ ഭാവത്തിനും ഓരോ കാരകഗ്രഹമുണ്ട് എന്നർത്ഥം. ഓരോ ഭാവം എന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ അമ്പരക്കേണ്ട. ജ്യോതിഷത്തെക്കുറിച്ച് അറിയാത്തവർ, ഭാവം എന്ന് പറയുന്നത് ലഗ്നം തുടങ്ങിയുള്ള ഓരോ രാശികളെയാണ്. ലഗ്നത്തിനെ 1-ാം ഭാവം എന്ന് പറയും, അതിൻ്റെ അടുത്ത രാശിയെ 2-ാം ഭാവം എന്ന് പറയും. അങ്ങനെ 10-ാം ഭാവവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജോലിയെക്കുറിച്ച് ഒരു ജ്യോതിഷി ചിന്തിക്കുന്നത്. ആ 10-ാം ഭാവം ഏത് രാശിയാണ്, അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്, ആ രാശിയുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം പരിശോധിച്ചതിനപ്പുറം ഈ 10-ാമത്തെ ഭാവത്തിന് കാരകഗ്രഹങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന സൂര്യൻ, ശനി, ബുധൻ ഇവരെയും പരിഗണിക്കും. ഇതിൽ തന്നെ ഏത് ഗ്രഹമാണോ മികച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ബലവത്തായി നിൽക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആ രാശിയുമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ളത്, ആ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആ വ്യക്തികൾക്ക് കൂടുതൽ സ്കോപ്പ് ഉണ്ടാകും, പുരോഗതി ഉണ്ടാകും എന്നർത്ഥം. ഓരോ ഗ്രഹങ്ങളും ഈ 10-ാം ഭാവവുമായിട്ട് ചെലുത്തുന്ന സ്വാധീനത്തിനനുസരിച്ച് വ്യത്യസ്ത കർമ്മ മേഖലകളാണ് ജ്യോതിഷികൾ കണക്കാക്കാറുള്ളത്. സൂര്യനാണ് 10-ാം ഭാവവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നതെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് പുരോഗതി ഉണ്ടെന്ന് പറയും. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലതയുണ്ടെന്ന് പറയും. സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഇത്തരത്തിലൊക്കെയാണ് സൂര്യനെ വെച്ച് കണക്കാക്കുന്നത്. അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്നർത്ഥം. ചന്ദ്രനുമായിട്ടാണെങ്കിൽ ജലാശയങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജലവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇത്തരത്തിൽ പ്രവർത്തന മേഖല കണക്കാക്കും. ചൊവ്വയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോഴ്സുകൾ, സേനാ വിഭാഗങ്ങൾ, അത്തരത്തിലുള്ള ജോലികളുമായി ബന്ധപ്പെടുത്തി പറയാം. ബുധനാണെന്നുണ്ടെങ്കിൽ ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ കരകൗശല രംഗത്തുള്ള മികവ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും. വ്യാഴമാണെന്നുണ്ടെങ്കിൽ അധ്യാപനത്തിലുള്ള പ്രാഗൽഭ്യം, ഏത് അധ്യാപന രംഗമാണെങ്കിലും അതിൽ അദ്ദേഹത്തിന് പ്രാഗൽഭ്യം ഉണ്ടാവും. ആ മേഖല തിരഞ്ഞെടുക്കാൻ ഉപദേശിക്കാറുണ്ട്. അതേപോലെ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ വ്യാഴവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന തൊഴിൽ മേഖലകളാണ്. ശുക്രനാണെങ്കിൽ അലങ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആഡംബരവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള, അതായത് ടെക്സ്റ്റൈൽ ബിസിനസ്സുകൾ, ഓർണമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകൾ, ഇതെല്ലാം കൂടാതെ കലാരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തന മേഖലയും കണക്കാക്കാറുണ്ട്. ശനിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന തരത്തിൽ നമ്മൾ കരുതപ്പെടുന്ന ചില ജോലികളാണ്. അതായത് ചേറിലും മണ്ണിലുമൊക്കെ നിന്നിട്ട് ചെയ്യുന്ന കൃഷിപ്പണികൾ, അതേപോലെ ദാസ്യവേലകൾ, ഭൃത്യന്മാരായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത്, ഇതൊന്നും അല്ലാതെ നമ്മളുടെ ആക്രി കച്ചവടം വരെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കണക്കാക്കാറുണ്ട്. ഈ ബന്ധപ്പെടുത്തി കണക്കാക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ആ ഗ്രഹത്തിൻ്റെ ബലത്തിനനുസരിച്ച് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യും. ആ രംഗത്തുള്ള പ്രാഗൽഭ്യം എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ശനി നമ്മൾ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തന മേഖല എന്ന് പറയുമ്പോഴും ശനി അതിൽ തന്നെ വലിയ വലിയ ഉയർച്ചകൾ സംഭാവന ചെയ്യാൻ പ്രാഗൽഭ്യമുള്ള കഴിവുള്ള ഗ്രഹമാണ്. ഉദാഹരണത്തിന് ഒരു മുടിവെട്ടാണ് ഒരാളുടെ ജോലി എന്ന് വെച്ചുകൊള്ളൂ. അയാളുടെ കർമ്മ മേഖല മുടിവെട്ടുന്നതാണ്. അപ്പോൾ അതൊരു സാധാരണ ബാർബർ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാകാം, അതേപോലെ വലിയ സ്പാ അല്ലെങ്കിൽ സലൂൺ ചെയിൻ ഗ്രൂപ്പുകളുടെ ഉടമസ്ഥനുമാകാം. അതേപോലെ ചായക്കട നടത്തുന്ന ഒരു വ്യക്തിയാകാം, തള്ളുവണ്ടിയിൽ ഇഡ്ഡലി വിൽക്കുന്ന ഒരാളാകാം. അതേ സമയത്ത്
ആ ശനി ബലവത്താണെന്നുണ്ടെങ്കിൽ അയാളൊരു റെസ്റ്റോറൻറ്റ് ശൃംഖലയുടെ ഉടമയായി മാറാം. ഇങ്ങനെ ശനി ആ രംഗത്ത് കൊടുക്കുന്നത്, തൊഴിൽ മേഖല അതാണെങ്കിലും ആ രംഗത്ത് വലിയ ഉയർച്ചകൾ സംഭാവന ചെയ്യുന്ന ഗ്രഹമാണ് എന്നർത്ഥം. അപ്പോൾ ശനിയുമായി ബന്ധപ്പെട്ട ചില തൊഴിൽ മേഖലകൾ കാണിച്ചു തന്നത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ഗ്രഹങ്ങളിൽ ശനി അനുകൂല സ്ഥിതിയിലും ബലവാനുമാണെന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾ ഈ ഹോട്ടൽ ബിസിനസ് മുതലായവ തിരഞ്ഞെടുക്കുന്നത് വളരെ അഭികാമ്യമായിരിക്കും. അവർ ആ രംഗത്ത് വളരെ ശോഭിക്കാൻ കഴിയുമെന്നർത്ഥം. ഇനി അത്തരം ബലമില്ല, അതേസമയത്ത് ശനിക്ക് ബലമില്ലാതെ നിൽക്കുകയാണ്, ശനി അനുകൂല സ്ഥിതിയിലുമല്ല, അങ്ങനെയുള്ളവർ കഴിയുന്നതും ഈ രംഗം തിരഞ്ഞെടുക്കാതെയും ഇരിക്കുക. ഭക്ഷണ സാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ തിരഞ്ഞെടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഹോട്ടൽ വ്യവസായം എന്ന് പറയുമ്പോഴും ഈ ശനി സപ്പോർട്ട് ചെയ്യുന്നത് ഭക്ഷണ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും എന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ബേക്കറി നടത്തുന്നതായിക്കോട്ടെ, തള്ളുവണ്ടിയിൽ ഇഡലി കച്ചവടം ചെയ്യുന്നതായിക്കോട്ടെ, പപ്പടം ഉണ്ടാക്കുന്നതായിക്കോട്ടെ, ഇനിയും അല്ലാതെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതുതരം പ്രവർത്തനങ്ങളും അതിനെല്ലാം തന്നെ ശനി സപ്പോർട്ട് ചെയ്യും, അനുകൂല സ്ഥിതിയിലും ബലവാനുമാണെങ്കിൽ. ഇനി അത് ബലമില്ലാതെയാണ് നിൽക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അത്തരം വ്യക്തികൾ ഈ മേഖലകൾ കഴിയുന്നതും തിരഞ്ഞെടുക്കാതെയും ഇരിക്കണം. അതിനാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചത്. ഇനി മറ്റ് പ്രവർത്തന മേഖലകളിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും, ഇപ്പോൾ സൂര്യനുമായിട്ടോ ബുധനുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകൾ പറഞ്ഞുവല്ലോ, ആ തൊഴിലുകളൊക്കെ തിരഞ്ഞെടുത്താൽ പോലും അവിടെയും ശനിക്ക് ഒരു റോളുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ രംഗത്ത് അപ്പോൾ ശനി അനുകൂല സ്ഥിതിയിലുമാണ്, ആ ഗ്രഹമാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് കർമ്മരംഗത്ത്. അങ്ങനെയാണെങ്കിൽ ആ രംഗത്ത് കൂടുതൽ ആത്മാർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കാനും അതിൽ വിജയം കൈവരിക്കുവാനുമുള്ള ഒരു ശേഷി ശനി പ്രദാനം ചെയ്യും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ശനിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ശനിയുടെ അഷ്ടവർഗത്തെ ആശ്രയിച്ച് ഒരാളിൻ്റെ തൊഴിൽ നിർണ്ണയിക്കുന്ന രീതിയും ജ്യോതിഷത്തിൽ അവലംബിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സമ്പൂർണ്ണ ജാതകം എഴുതി കയ്യിലുള്ളവർക്കറിയാം, അതിൽ അഷ്ടവർഗം എന്നൊരു വിഭാഗം ഉണ്ടാകും. അതിൽ ശനിയുടെ അഷ്ടവർഗം മന്ദാഷ്ടവർഗം എന്നുള്ള പേരിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഗ്രഹനിലയിൽ ശനി ഏത് രാശിയിൽ നിൽക്കുന്നുവോ അതിൻ്റെ 10ാമത്തെ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങളുടെ അക്ഷങ്ങൾ വീണിട്ടുണ്ട്, മന്ദാഷ്ടവർഗത്തിൽ ഈ 10ാമത്തെ രാശി, ശനി നിൽക്കുന്ന രാശിയുടെ 10ാമത്തെ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങളുടെ അക്ഷങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ ആ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളായിരിക്കും ആ വ്യക്തിക്ക് ലഭിക്കുക എന്നാണ് പറയാറ്. ഇനി ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, രണ്ടോ അതിലധികമോ ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ബലവാനായിട്ടുള്ള ഗ്രഹം ഏതാണോ ആ ഗ്രഹവുമായി ബന്ധപ്പെട്ട തൊഴിലിലാണ് ഏർപ്പെടുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതാണ് അയാൾക്ക് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ തൊഴിൽ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ മുൻപ് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു, ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ തൊഴിലുകളെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ മോഡേൺ ആസ്ട്രോളജേഴ്സ് ഒരുപാട് തൊഴിൽ മേഖലകളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാറുണ്ട്. അതിലൊക്കെ വലിയ അർത്ഥം കൽപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജ്യോതിഷമൊക്കെ രൂപപ്പെട്ട കാലത്ത് വളരെ പരിമിതമായിട്ടുള്ള തൊഴിൽ മേഖലകളെ ഉണ്ടായിരുന്നുള്ളൂ. കൃഷിപ്പണി, പാചകം, കൊല്ലപ്പണി, ആശാരിപ്പണി, മേസ്തിരിപ്പണി, അല്ലെങ്കിൽ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൊട്ടാരത്തിലെ ഭടനോ കുതിരവണ്ടി ഓടിക്കുന്നയാളോ, അങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള വിരലിലെണ്ണാവുന്ന തൊഴിൽ മേഖലകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ ജ്യോതിഷത്തിൽ പറഞ്ഞു വെച്ചിട്ടുമുള്ളൂ. പക്ഷേ ഇന്ന് ജ്യോതിഷികൾ അങ്ങനെയല്ല. ഈ കമ്പ്യൂട്ടർ എന്നുള്ള വിഭാഗം എടുത്താൽ തന്നെ അതിനകത്ത് പലതരത്തിൽ അവർ പറയാറുണ്ട്. ആനിമേഷൻ എടുത്തോളൂ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എടുത്തോളൂ, ഹാർഡ്വെയർ എടുത്തോളൂ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിലൊക്കെ വലിയൊരു പ്രാധാന്യം നിങ്ങൾ കൽപ്പിക്കണം എന്നെനിക്ക് അഭിപ്രായമില്ല. അതൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അല്ലാതെ ഈ കൃത്യമായിട്ട് ആ രംഗം തിരഞ്ഞെടുക്കുക അങ്ങനെയൊന്നും ഒരു വ്യവസ്ഥയൊന്നുമില്ല എന്നർത്ഥം. പക്ഷേ ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോൾ ശുക്രൻ എന്ന് പറയുമ്പോൾ ആഡംബരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതുതരം പ്രവർത്തനങ്ങളിലേക്കോ അത് നമുക്ക് വ്യാപിപ്പിക്കാം. വണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പുകളായിക്കോട്ടെ, അതുമല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളായിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളും അലങ്കാര പണികളുമായിട്ട് ബന്ധപ്പെട്ടോ ആഡംബരവുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് കാര്യങ്ങളും ശുക്രനുമായിട്ട് ബന്ധപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ സ്പെസിഫിക്കായിട്ട് ഇന്ന് കാണപ്പെടുന്ന ഓരോ തൊഴിൽ മേഖല അങ്ങനെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് ഞാൻ പറയുകയാണ്. അതേപോലെ ബുധൻ ഗണിതശാസ്ത്രത്തിൽ അഗ്രഗണ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ ജാതകന് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടാവും. അപ്പോൾ അയാൾക്ക് ആ മേഖലകൾ തിരഞ്ഞെടുക്കാം. അക്കൗണ്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ശോഭിക്കും. ഹാൻഡിക്രാഫ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ശോഭിക്കും. അങ്ങനെയൊക്കെ അനുമാനങ്ങളിൽ എത്തിപ്പെടാറാണ് പതിവ്. അതൊന്നും കൃത്യതയുള്ള കാര്യങ്ങളാണെന്ന് ധരിച്ചു വയ്ക്കരുത് എന്നർത്ഥം. ഇത് ഇവിടെ പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് യുവതി യുവാക്കളെ ഉദ്ദേശിച്ചാണ്. ധാരാളം പേർ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് ഒരു ഒഴിവുണ്ട്, അങ്ങോട്ട് മാറുന്നത് നല്ലതാണോ? ഇത്തരം കാര്യങ്ങൾക്കൊന്നും ജ്യോതിഷപരമായിട്ടുള്ള ഉപദേശങ്ങൾ തേടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ജ്യോതിഷിക്ക് ചൂണ്ടിക്കാണിക്കാനാവുന്നത് നിങ്ങളുടെ തൊഴിൽ രംഗം നല്ലതായിരിക്കുമോ,
നിങ്ങൾ ഏർപ്പെടുന്ന തൊഴിലിൽ ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലാണ് കൂടുതൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ജ്യോതിഷിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോഴത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കമ്പനികളുള്ളതിൽ ഏത് കമ്പനിയിലോട്ട് മാറിയാലാണ് നല്ലത് എന്നൊന്നും ഒരു ജ്യോതിഷിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അങ്ങനെ കാണിക്കുന്നത് തന്നെ അബദ്ധവുമാണ്. ജ്യോതിഷത്തിന്റെ അറിവുകൾ പങ്കുവയ്ക്കുന്ന അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി.